ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകളിലൂടെ ലൈഫ് കോച്ചിങ് പ്രോഗ്രാമുകളിലൂടെ ഒരുപാട് ആളുകൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാറിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിനെ ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ സാറിനെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. പ്ലീസ് വെൽക്കം സർ. ഹലോ. ഹലോ. യെസ്, ഓഡിബിൾ ആണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഒന്ന് പറയാമോ? ഹലോ. കേൾക്കുന്നുണ്ട്. യെസ്, ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ. ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ മാനേജ്മെന്റ് എന്ന കോഴ്സിലേക്ക് എത്തിച്ചേർന്ന, അല്ലെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നവരാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യമാണ് നമ്മൾ സന്തോഷവാന്മാരായിരിക്കുക, അല്ലെങ്കിൽ സന്തോഷവതികളായിരിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമാണല്ലോ, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കിയെടുക്കുക, സമാധാനം ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കുക, അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ സ്കില്ലുകൾ പുതിയതൊക്കെ പഠിച്ചെടുക്കണം, അങ്ങനെയുള്ള പല താല്പര്യത്തോടു കൂടിയായിരിക്കും നമ്മളെല്ലാം ഇതേപോലുള്ള ക്ലാസ്സുകളിലും അല്ലേ പലതരത്തിലുള്ള വർക്ക്ഷോപ്പുകളിലൊക്കെ തന്നെ നമ്മൾ പങ്കെടുക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരിക്കും TLDM എന്ന് ഞാൻ ആദ്യമായി ഉണർത്തിക്കൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്നെ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ വരാമോ? ഹായ് ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഹലോ അല്ലെങ്കിൽ ഹായ് ടൈപ്പ്. നിങ്ങളെല്ലാം എവിടെ നിന്നാണ് എന്നെ കേൾക്കുന്നത്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എവിടെ നിന്നാണ് കേൾക്കുന്നത് ഒന്ന് ടൈപ്പ് ചെയ്യാം. എവിടെ നിന്ന്, വീട്ടിൽ നിന്ന് എന്നല്ല, ഏതാ സ്ഥലം. ഓക്കെ, എവിടെ നിന്നാണ് നിങ്ങളിപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്? കുന്നമംഗലം ഐഫോൺ എന്നാണ് കാണുന്നത്, ആളെ പേര് കാണുന്നില്ല. ഓക്കെ, യെസ്, ബാംഗ്ലൂർ. സന റാഫി ബാംഗ്ലൂരാണുള്ളത്. ജസ എവിടെയാണ്? സ്ഥലം പറയൂ ജസ. ദുബായ്. സാജിദ മടവൂർ. പിന്നെ വരട്ടെ എല്ലാവരും. രതീഷ് KTR കൊല്ലം. സാബിറ മുഹമ്മദ് കട്ടിപ്പാറ. റഹ്മാൻ മാഷിത തലയാട്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് കൂടെ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? എവിടെയാണ് സ്ഥലം? ഓക്കെ, ഏതായാലും വളരെ സന്തോഷം. പല സ്ഥലങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന ആളുകളുണ്ട്. നമ്മളിത് DLDM എന്ന ഈ ഒരു കോഴ്സ് ഇപ്പോൾ നമ്മൾ ഓറിയന്റേഷൻ നടത്തുന്നത് ഓഫ്ലൈൻ ആയിട്ട് നടത്തുന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻ ആണ്. ഓഫ്ലൈൻ ആയാലും അതേപോലെ തന്നെ ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്ന ഓൺലൈൻ പ്രോഗ്രാമുകളായാലും ഒക്കെ തന്നെ കണ്ടന്റുകളെല്ലാം സെയിം കണ്ടന്റുകൾ തന്നെയാണ്. ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് പ്രോഗ്രാം നടക്കുന്നത് കാലിക്കറ്റ് താമരശ്ശേരിയിലും പിന്നെയുള്ളത് കോട്ടയം ഈരാറ്റുപേട്ടയിലുമാണ് ഓഫ്ലൈൻ ആയിട്ട് നമുക്ക് ക്ലാസ്സുകൾ നടക്കാറുള്ളത്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കേരളത്തിന്റെ എന്നല്ല ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും നമ്മുടെ സെഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ. കുറഞ്ഞ ആളുകൾ മാത്രമായതുകൊണ്ട് ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്യുന്നില്ല. വല്ല നോയ്സോ ഡിസ്റ്റർബൻസോ വരികയാണെങ്കിൽ മാത്രം മ്യൂട്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് ചാറ്റിൽ വരാമോ? യെസ് ടൈപ്പ് യെസ് ഒന്ന് ടൈപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ എസ് ടൈപ്പ് യെസ് ഒന്ന് ടൈപ്പ് ചെയ്യൂ എല്ലാവരും. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാവരും സന്തോഷമുള്ളവരായിരിക്കുക, സമാധാനമുള്ളവരായിരിക്കുക എന്നതാണ് നമ്മളെല്ലാവരെയും ലക്ഷ്യം. സന്തോഷവും സമാധാനവും നമുക്ക് കിട്ടുന്നത് എപ്പോഴാണ്? നമ്മളെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോഴാണ്, അല്ലെ? ആണ്. ഓരോ കാര്യങ്ങളും നടക്കുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്. എനിക്കൊരു യാത്ര പോകണം എന്നൊരു ലക്ഷ്യമുണ്ട്. ആ യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ആ ലക്ഷ്യം നിറവേറുമ്പോൾ ഞാൻ ഹാപ്പി ആകുന്നു. നല്ലൊരു ഭക്ഷണം കഴിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഞാൻ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഹാപ്പി ആകുന്നു. അതേപോലെ തന്നെ എനിക്ക് ഒരു എക്സാമിൽ വിജയിക്കണമെന്നുണ്ട്. അപ്പോൾ അത് വിജയിക്കുന്ന സമയത്ത് ഹാപ്പി ആകുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കണമെന്നുണ്ട്. ആ ജോലി ലഭിക്കുമ്പോൾ ഞാൻ ഹാപ്പി ആകുന്നു.
ഞാൻ ആഗ്രഹിച്ച സമ്പത്ത് എന്നിലേക്ക് വരണമെന്നുണ്ട്, അത് വരുമ്പോൾ ഞാൻ ഹാപ്പി ആകുന്നു. അങ്ങനെ നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അത്തരത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കി എടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഹാപ്പി ആവുന്നത്, നമ്മളെല്ലാവരും ഹാപ്പി ആകുന്നത്. ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ബി ഹാപ്പി, മേക്ക് അതേഴ്സ് ഹാപ്പി. നമ്മൾ സന്തോഷവാന്മാരായിരിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലേ? ആണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സന്തോഷവാന്മാരാകുക എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും അതിന് കൃത്യമായിട്ട് ഒരു ഉത്തരം ഉണ്ടാവില്ല. ഇപ്പൊ ദാമ്പത്യമാണ്, ദാമ്പത്യ മേഖലയിൽ സന്തോഷം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, ഞാനും എൻ്റെ പാർട്ട്ണറും തമ്മിൽ നല്ല ഐക്യത്തിലാവണം, അല്ലെ പൊരുത്തത്തിലാവണം എന്ന് ആഗ്രഹിക്കുന്നവരോട് എങ്ങനെയാണ് ആവുക എന്ന് ചോദിച്ചാൽ അത് എങ്ങനെയാന്ന് എനിക്കറിയില്ല, 5-8 കൊല്ലമായി ഇങ്ങനെ പോകുന്നു. അതായിരിക്കും. പരിഹാരമുണ്ട്, പരിഹാര മാർഗങ്ങളുണ്ട്, ദാമ്പത്യം സന്തോഷകരമാക്കാൻ ആവശ്യമായ തന്ത്രങ്ങളുണ്ട്, അല്ലെ? അതേപോലെ തന്നെ ഗോൾ നേടിയെടുക്കേണ്ടതുണ്ട്. ആ ഗോൾ നേടിയെടുക്കാൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തേണ്ട തന്ത്രങ്ങളുണ്ട്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഏതായാലും അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ പ്രധാനമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ DLDM എന്ന ഈ ഒരു കോഴ്സ്, ഹൗ ടു ബി ഹാപ്പി, നമ്മൾ എങ്ങനെയാണ് ഹാപ്പി ആവുക, എങ്ങനെയാണ് ഒരാളെ ഹാപ്പി ആക്കുക, എങ്ങനെയാണ് ഒരാളെ സമാധാനവും സന്തോഷവും ഉള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ്. അതിനാവശ്യമായിട്ടുള്ള നിരവധി ടെക്നിക്കുകളും ടൂളുകളും അപ്ലൈ ചെയ്തുകൊണ്ട് ആളുകളിൽ മാറ്റമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഹാപ്പി മെന്റർ, അല്ലെങ്കിൽ ഒരു ഫാമിലി മെന്റർ, അല്ലെങ്കിൽ ഒരു ലൈഫ് കോച്ച്, അല്ലെങ്കിൽ ഒരു ട്രെയിനർ, കൗൺസിലർ, ആ മേഖലയിലേക്കൊക്കെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അത്തരം ആളുകളിലെല്ലാം ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ എന്തെല്ലാം, അത് കരസ്ഥമാക്കുകയും നമ്മുടെ ജീവിതം സന്തോഷം, അതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതം സന്തോഷത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന പ്രധാനമായ ലക്ഷ്യത്തോടൊപ്പം നിങ്ങൾ ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ മാനേജ്മെന്റ് എന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടി, അഥവാ സമൂഹത്തിൽ ഇന്ന് ഏകദേശം 50% കുട്ടികൾക്ക് പഠന പ്രയാസമുണ്ട് എന്നാണ് കണ്ടെത്തിയത്. നേരത്തെ കോവിഡിന്റെ മുൻപ് 30% ഇന്നത് 50% കുട്ടികൾക്ക് പഠന പ്രയാസമുണ്ട്. പഠന പ്രയാസം എന്ന് പറയുമ്പോൾ എന്തോ ബുദ്ധിക്കുറവോ മറ്റു പ്രശ്നങ്ങളോ എന്നല്ല. സാധാരണ എല്ലാ കുടുംബങ്ങളിലുള്ള മക്കളൊക്കെ തന്നെ നമുക്കറിയാം, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോകുന്നു, ഒട്ടും മാർക്ക് ഇല്ലാതായി പോകുന്നു. അവർക്ക് ഉയർന്ന ക്ലാസ്സുകളിൽ എത്തിയിട്ടും 5-ാം ക്ലാസ്സിലും 6-7 ക്ലാസ്സുകളിൽ എത്തിയിട്ടും പല കുട്ടികൾക്കും മലയാളത്തിലെ ആദ്യാക്ഷരങ്ങൾ പോലും എഴുതാനും വായിക്കാനും അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾ പഠനത്തിൽ പുറകോട്ടായി പോകുന്നതിന്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് അവരെ മുൻപന്തിയിലേക്ക് എത്തിക്കുന്ന പ്രത്യേകം സ്കില്ലുകൾ കരസ്ഥമാക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പോ ആ ഒരു ടീച്ചിങ് സ്കില്ലിന്റെ പുറമെ നിങ്ങൾക്കൊരു കൗൺസിലിംഗ് സ്കില്ലും, അതേപോലെ തന്നെ ഒരു ട്രെയിനിങ് സ്കില്ലും, പ്രസന്റേഷൻ സ്കില്ലും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അങ്ങനെ പലതരത്തിലുള്ള സ്കില്ലുകൾ കൂടെ സമ്മേളിച്ചുകൊണ്ട് സംയോജിപ്പിച്ചുകൊണ്ട് ഒരു മികച്ച ഒരു റെമഡിയൽ ടീച്ചർ ആയി തീരുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഒരു കോഴ്സിലൂടെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, 50% കുട്ടികളിൽ പഠന പ്രയാസമുണ്ട്. ഈ പഠന പ്രയാസം പരിഹരിക്കുന്ന ടീച്ചർക്ക് എന്തിനാ ഇത്രത്തോളം സ്കില്ല് എന്നൊരു പക്ഷേ ചിന്തിച്ചേക്കാം. പഠന പ്രയാസം ഉണ്ടാവുന്ന കാരണങ്ങൾ പലതാണ്. കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ല, അതൊരു കാരണം മാത്രമാണ്. കുട്ടിക്ക് ആരോഗ്യപരമായോ മാനസികമായോ വൈകാരികമായോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കുട്ടിയുടെ പഠനത്തിനെ ബാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് കുട്ടിയുടെ കുടുംബപരമായി എന്തെങ്കിലും പ്രശ്നമുണ്ട്, മാതാപിതാക്കൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, പൊരുത്തക്കേടുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷമാണെങ്കിൽ അവിടെ കുട്ടിക്ക് പഠനപ്രയാസം ഉണ്ടായാൽ അവിടെ നമ്മൾ വെറുതെ അക്ഷരങ്ങൾ പഠിപ്പിച്ചാൽ മാത്രം പോരാ. സമാധാനത്തോടുകൂടെ കുട്ടിക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ ആവശ്യമായ അന്തരീക്ഷം ഉണ്ടാവണം. അതില്ലാതെ കുട്ടി എത്ര അക്ഷരങ്ങൾ പഠിച്ചിട്ടും കാര്യമില്ല. അപ്പോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള ഒരാൾ കൂടിയായിരിക്കണം. അപ്പോ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാം, അത് വേറെ കാര്യം. അതല്ല, നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ഇല്ലേ? ഉണ്ട്. ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ അനൈക്യം, പൊരുത്തക്കേട്, സംശയരോഗങ്ങൾ, പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുമായിട്ട് കടന്നു പോവുകയാണ്. പക്ഷെ ആളുകളെ മുന്നിൽ എന്ത് ചെയ്യും? നല്ല പുഞ്ചിരിയൊക്കെ ഉണ്ടാകും, ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ പ്രശ്നങ്ങൾ പലതും കുട്ടികൾ അറിയും, കുട്ടികൾക്ക് എഫക്റ്റ് ചെയ്യും. കുട്ടികളുടെ പാഠ്യേതര മേഖലയിലും കുട്ടികളിൽ സ്വഭാവ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വരെ എന്ത് ചെയ്യുന്നു? ഇത്തരം പ്രശ്നങ്ങൾ കാരണമാകും. അങ്ങനെ ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ സ്കിൽ ആരിൽ ഉണ്ടാവണം? ഈ ഗൈഡിന്റെ കയ്യിൽ ഉണ്ടാവണം, ഈ മെന്ററുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ ഇവർക്ക് പ്രൊഫഷണൽ ആയിട്ട് ഒരു മെന്ററായിട്ട് വർക്ക് ചെയ്യണമെങ്കിലും, ഒരു പ്രൊഫഷണൽ ടീച്ചർ
റെമഡിയൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണമെങ്കിലും ആവശ്യമായ കുറെ സ്കില്ലുകളുണ്ട്. അതാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു കുടുംബ പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു പാരന്റിന് കിട്ടിക്കഴിഞ്ഞാൽ ആ പാരന്റിനെ ഇതാ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ പെരുമാറി കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി നമ്മൾ ചർച്ച ചെയ്യും, റിലേഷൻഷിപ്പ് നമ്മൾ ചർച്ച ചെയ്യും, റിലേഷൻഷിപ്പ് സൈക്കോളജി നമ്മൾ ചർച്ച ചെയ്യും, ബന്ധങ്ങളുടെ മനഃശാസ്ത്രം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, TA സൈക്കോളജിയിലെ സ്ട്രോക്കിംഗ് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ സൈക്കോളജി നമ്മൾ ഇതിന്റെ ഭാഗമായി ചർച്ച ചെയ്യുന്നുണ്ട്. പല കുടുംബങ്ങളിലുള്ള പ്രശ്നം ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കുന്നില്ല, ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം ആ സ്ത്രീ പുരുഷ മനഃശാസ്ത്രം അറിയാത്തത് കൊണ്ടാണ്. അത് നമ്മൾ ചർച്ച ചെയ്യുന്നു. അതേപോലെ തന്നെ ലവ് ലാംഗ്വേജ് ഒക്കെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്യുകയും പിന്നെ കുട്ടികളുടെ മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു കുട്ടിയെ വളർത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കുട്ടിയെ ഉപദേശിക്കേണ്ടത്, എങ്ങനെ ഉപദേശിച്ചാലാണ് കുട്ടികൾ മാറുക, ഏത് രീതിയിലാണ് കുട്ടികൾക്ക് പഠിക്കുക, അതേപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ എങ്ങനെ പഠിച്ചാലാണ് കുട്ടി പഠിക്കുക, എങ്ങനെ പഠിച്ചാൽ പഠിക്കുകയില്ല, അങ്ങനെയുണ്ട്. ചില രീതിയിൽ പഠിച്ചാൽ കുട്ടിക്ക് പഠനം എളുപ്പമാകും, മറ്റു ചില രീതിയിൽ പഠിച്ചാൽ കുട്ടിക്ക് പഠനം ഭാരമായി മാറും. ഏത് രീതിയിലുള്ള പഠനമാണ് കുട്ടിക്ക് എളുപ്പമാവുക, ഏത് രീതിയിലുള്ള പഠനമാണ് കുട്ടിക്ക് ഭാരമാവുക? അപ്പൊ നമുക്ക് 3 കുട്ടികൾ, നിങ്ങളെ 3 കുട്ടികൾ ഉണ്ടെങ്കിൽ 3 കുട്ടികളും ഒരേ രീതിയിലല്ല പഠിക്കേണ്ടതുണ്ട്, ഒരേ രീതിയിലല്ല പഠിപ്പിക്കേണ്ടത്. 3 രീതിയിൽ പഠിച്ചാൽ 3 രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ലേണിംഗ് സ്റ്റൈലൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. സൈക്കോ എഡ്യൂക്കേഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് പഠന സംബന്ധമായ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സൈക്കോ എഡ്യൂക്കേറ്ററെയാണ് നമ്മൾ കാണിക്കേണ്ടത്, സൈക്കോളജിസ്റ്റിനെ മാത്രമല്ല. സൈക്കോ എഡ്യൂക്കേറ്റർ വിദ്യാഭ്യാസ മനഃശാസ്ത്ര വിദഗ്ധനായിരിക്കണം. അപ്പൊ ഓരോ കുട്ടിയെയും കണ്ട് മനസ്സിലാക്കി ഈ കുട്ടിയുടെ പ്രകൃതം എന്താണ്, ഈ കുട്ടിക്ക് എത്ര ശതമാനം അല്ലെങ്കിൽ എത്രത്തോളം ഓർമ്മശക്തിയുണ്ട്, കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്, കേട്ടുപഠിക്കാനുള്ള കഴിവുണ്ട്, ഓർത്ത് വെക്കാനുള്ള കഴിവുണ്ട്, അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധാദൈർഘ്യം എത്രത്തോളം ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് കുട്ടിയുടെ ജനറൽ നോളജ് എത്രത്തോളം ഉണ്ട്, ജനറൽ അവയർനെസ്, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കി അസസ് ചെയ്തിട്ട് ആണ് എന്ത് ചെയ്യേണ്ടത്, ശരിയായ രീതിയിൽ നമ്മൾ പരിഹാരം കൊടുക്കേണ്ടത്. ആ പരിഹാരം കൊടുക്കാനുള്ള സ്കിൽ ആർക്ക് വേണം? നമ്മുടെ ടീച്ചേഴ്സിന് വേണം. ആ സ്കില്ലുകളെല്ലാം ഇവിടെ കൊടുക്കുന്നു. അപ്പൊ ഒരു റെമഡിയൽ ടീച്ചർ ആവുക എന്ന ഒരു ഭാഗം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലയിലും ഇതിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന എല്ലാ സ്കില്ലുകളും നമുക്ക് ഉപയോഗപ്പെടുത്താം. നിങ്ങളൊരു പ്രൊഫഷണൽ മെന്ററായി വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, ഇനിയല്ല നിങ്ങളുടെ സ്വന്തം കുടുംബ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കണമെങ്കിലും എല്ലാം തന്നെ വളരെ ഉപകരിക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ കാരണത്തിലേക്ക് വരാം. ഒന്നെന്താ, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ ഫാമിലി സൈക്കോളജിയും റിലേഷൻഷിപ്പ് സൈക്കോളജിയും ചൈൽഡ് സൈക്കോളജിയും എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടാകും. അതിനുശേഷം പിന്നെ കുട്ടികൾക്ക് പഠന പ്രശ്നം ഉണ്ടാവുന്ന കാരണം എന്താണ്? സ്കൂളുമായി ബന്ധപ്പെട്ട പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അവിടെ എന്താണ് പഠനം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എത്ര സമയം കുട്ടി പഠിക്കേണ്ടതുണ്ട്, ഏത് സമയത്തൊക്കെ പഠിക്കുന്നതാണ് കുട്ടികൾക്ക് ഗുണം ചെയ്യുന്നത്. അത് കുട്ടികൾ എന്നുള്ളതല്ല, നമ്മളായാലും എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഓർത്തെടുക്കാൻ കഴിയുന്നത്? ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ കുട്ടികൾക്കായാലും നമുക്കായാലും വർദ്ധിപ്പിക്കാനുള്ള നിരവധി ടെക്നിക്കുകളുണ്ട്, ടൂളുകളുണ്ട്, സൈക്കോളജിക്കൽ ടൂളുകളുണ്ട്. ഇത് കുറെ തിയറി മാത്രം ഇങ്ങനെ പറഞ്ഞു പോവുകയല്ല. നമ്മൾ ഇതെല്ലാത്തിന്റെയും ടെക്നിക്കുകൾ, ഇത് പരിഹരിക്കാൻ ആവശ്യമായ ടെക്നിക്കുകൾ, ടൂളുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞെന്തായിരുന്നു, ഇപ്പോ കുട്ടിയിലെ സ്കൂളിൽ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് കാരണങ്ങൾ വരും. പിന്നെ സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ വന്നാലും കുട്ടികൾ പഠനത്തിൽ പുറകോട്ടായി പോകും. അപ്പൊ അത് ഇപ്പൊ കോവിഡ് ഒക്കെ വന്ന സമയത്ത് എന്ത് ചെയ്യും, കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചുരുക്കത്തിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മക്കളൊക്കെ പഠനത്തിൽ പുറകോട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് സമൂഹത്തിൽ 50% കുട്ടികൾ പഠനത്തിൽ പുറകോട്ടായി പോയിട്ടുണ്ട്. ആ കുട്ടികളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ ഒരു ഗ്രൂപ്പ് ക്ലാസ്സോ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഉള്ള ഗ്രൂപ്പ് ക്ലാസ്, സ്കൂളിൽ ഇപ്പൊ എന്താണ് 10-30 കുട്ടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ 30-40 കുട്ടികൾ ഉണ്ടാകും. ആ 10-40 കുട്ടികളെ ഒരുമിച്ചിരുത്തിയിട്ട് ഒരു അധ്യാപകൻ ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ആണ് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ കരുതുക. ഈ 5ാം ക്ലാസ്സിലും 6ലും പഠിപ്പിക്കുന്ന ഒരു മലയാളം അധ്യാപകനാവട്ടെ, ഒരു മലയാളം അധ്യാപകൻ ഒരു കുട്ടിയെ അല്ലെ 4-5 കുട്ടികളെ ഇൻഡിവിജ്വൽ ആയിട്ട് അക്ഷരങ്ങൾ പഠിപ്പിച്ചെടുക്കാൻ സാധിക്കുമോ? 5ലും 6ലും എത്തിയിട്ടും അക്ഷരങ്ങൾ അറിയില്ലെങ്കിൽ പരിമിതികൾ ഒരുപാടാണ്. അപ്പൊ അവിടെയുള്ള പരിഹാരം എന്താണ്? ഈ കുട്ടിയെ പിന്നെ എന്ത് ചെയ്യുന്നു, പാരന്റ്സ് ട്യൂഷൻ ക്ലാസ്സിന് പറഞ്ഞു വിടും. ട്യൂഷൻ ക്ലാസ് പോയി നോക്കിയാലും എന്താണ്, ഗ്രൂപ്പ് ക്ലാസ് ആണ് അവിടെ.
അതല്ല പരിഹാരം. ഇതിനുള്ള പരിഹാരം IEP മെത്തേഡ്, ഇൻഡിവിജ്വലൈസ് എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടിയുടെ പ്രകൃതം എന്താണ്, ആ കുട്ടിയുടെ വീട്ടിലെ അന്തരീക്ഷം എന്താണ്, ഈ കുട്ടിക്ക് എത്രത്തോളം ഓർമ്മശക്തിയുണ്ട്, എത്രത്തോളം കണ്ടുപഠിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, എത്രത്തോളം മെമ്മറി കപ്പാസിറ്റി ഉണ്ട്, എത്രത്തോളം അറ്റൻഷൻ ഉണ്ട്, ഇതെല്ലാം മനസ്സിലാക്കി കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ വിഷ്വൽ ആണോ, ഓഡിറ്ററി ആണോ, കെനസ്തെറ്റിക് ആണോ, അല്ലെ, കുട്ടി കണ്ടു പഠിക്കുകയാണോ, കേട്ടു പഠിക്കുകയാണോ, ചെയ്തു പഠിക്കുകയാണോ, ഏതാണ് കുട്ടിക്ക് ഇഷ്ടം, അങ്ങനെ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ടൂൾ നമ്മൾ തയ്യാറാക്കും. എന്താണ്, ഒരു കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി മാത്രമുള്ള ടൂളുകൾ നമ്മൾ തയ്യാറാക്കി അക്ഷരങ്ങൾ പഠിപ്പിക്കലായിരിക്കും പ്രധാനമായിട്ട് കുട്ടികൾക്ക്. എന്താണ് നമ്മൾ നോക്കുന്ന കാര്യം, മലയാളം ഇംഗ്ലീഷ്, അല്ലെ, മലയാളം ഇംഗ്ലീഷ് അറബി ഹിന്ദി ഇതിലൊക്കെ പ്രശ്നമുണ്ടെങ്കിലാണ് ബാക്കി എല്ലാത്തിലേക്കും വരും. മലയാളത്തിൽ പ്രശ്നമുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, മലയാളം മീഡിയം കുട്ടിയാണെങ്കിൽ മലയാളത്തിൽ ഇയാൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ, മലയാളം എഴുതാനോ വായിക്കാനോ അറിയാത്ത ഒരു കുഞ്ഞാണ് എങ്കിൽ ഈ കുട്ടിക്ക് സയൻസിൽ പ്രശ്നം ഉണ്ടാകും. കാരണം വായിക്കാൻ അറിയില്ല, ടീച്ചർ ബോർഡിൽ എഴുതുന്ന വായിക്കാൻ അറിയില്ല, ടീച്ചർ ചോദ്യം വായിക്കുന്നു, ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു, കുട്ടിക്ക് നോട്ടിലേക്ക് എഴുതാൻ പറ്റുന്നില്ല, അതിന്റെ പേരിൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. സയൻസിന് പ്രശ്നമുണ്ട്, സോഷ്യലിൽ പ്രശ്നം ഉണ്ടാകും, മാത്സിൽ പ്രശ്നം ഉണ്ടാകും. ഏതിലൊക്കെയാണ് മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് അതെല്ലാം കുട്ടിക്ക് വായിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ എല്ലാത്തിലും മാർക്ക് കുറയും. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് കുട്ടിയെങ്കിൽ ഇംഗ്ലീഷിൽ പ്രശ്നം ഉണ്ടാകും, സെക്കൻഡിൽ പ്രശ്നം ഉണ്ടാകും, സോഷ്യലിൽ പ്രശ്നം ഉണ്ടാകും. ഏതൊക്കെ ടോപ്പിക് സബ്ജക്റ്റ് ഉണ്ടോ അതിലൊക്കെ എന്തുണ്ടാകും, കുട്ടിക്ക് പ്രശ്നം ഉണ്ടാകും. അപ്പൊ അതിന് പരിഹാരം ഈ മേഖലയിലുള്ള പ്രശ്നം പരിഹരിക്കും. മലയാളമാണെങ്കിൽ മലയാളം കുട്ടിയെ നന്നായി പഠിപ്പിക്കുകയാണ് വേണ്ടത്. കുട്ടി വായിക്കാനും അല്ലെ ചേർത്ത് വായിക്കാനും ഒക്കെ കുട്ടിയെ പഠിപ്പിച്ചെടുക്കുകയാണ്. ആ പഠിപ്പിച്ചെടുക്കുന്നത് തന്നെ ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ രീതിയിൽ, അതാണ് നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വലൈസ് എഡ്യൂക്കേഷൻ പ്ലാൻ. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ രീതിയിൽ എന്ത് ചെയ്യുക, പഠിപ്പിച്ച് മുൻപന്തിയിലേക്ക് എത്തിക്കുക. അതിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ മനഃശാസ്ത്രമെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. എന്നാൽ നമുക്ക് വളരെ വേഗം കുട്ടിയെ മുൻപന്തിയിലേക്ക് എത്തിക്കാൻ പറ്റും. അതല്ലാതെ ഗ്രൂപ്പ് ക്ലാസ്സോ ട്യൂഷൻ ക്ലാസ്സോ ഒന്നും പരിഹാരമല്ല. അപ്പൊ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ തന്നെ വലിയ സാധ്യതകളാണ് ഇതിന്, ഈ ഒരു കോഴ്സിനും അല്ലെങ്കിൽ ഈ ഒരു മെന്ററിംഗ് സംവിധാനത്തിനും, അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്കില്ലുള്ള ഒരു ട്രെയിനറോ ഒരു കോച്ചോ, നിങ്ങൾ ഇപ്പൊ കൗൺസിലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളായാലും ട്രെയിനിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളായാലും ഈ കേസുകൾ ഒരുപാട് നമ്മൾ അരികിലേക്ക് വരും. അപ്പൊ അത് പരിഹരിച്ചു കൊടുക്കാൻ ഈ സ്കിൽ അറിയണം. നിങ്ങൾ റെമഡിയൽ ടീച്ചറായി തന്നെ വർക്ക് ചെയ്യണമെന്നില്ല, ഈ സ്കിൽ അറിഞ്ഞേ തീരുള്ളൂ. കാരണം ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഓൾ പാസ് എന്ന സംവിധാനം ഇപ്പൊ എന്ത് ചെയ്തു, എടുത്തു കളയുകയാണ്. ഇനി എന്ത് ചെയ്യണം, കുട്ടികൾക്ക് മിനിമം മാർക്ക് ഉണ്ടായിരിക്കണം. നിശ്ചിതമായ ഗ്രേഡ് ഇല്ലെങ്കിൽ കുട്ടികളെ ഹയർ ക്ലാസ്സുകളിലേക്ക് എന്ത് ചെയ്യില്ല, കൊണ്ടുപോകില്ല. 8ാം ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യില്ല, പിന്നെ അങ്ങനെ ജയിപ്പിച്ചു വിടുന്ന സംവിധാനമില്ല. നമ്മളൊക്കെ ചെറുതായിരുന്ന സമയത്ത് തോൽപ്പിക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നല്ലോ, പിന്നീട് അത് എടുക്കപ്പെട്ടതാണ്. അപ്പൊ അത് വീണ്ടും തിരിച്ചു വരികയാണ്. ഇപ്പൊ എന്ത് ചെയ്തു, പാരന്റ്സിന് വലിയ സമ്മർദ്ദം ഉണ്ടാക്കി. സ്കൂളുകളിൽ നിന്ന് ടീച്ചേഴ്സിനോടൊക്കെ എന്ത് ചെയ്യും, റിപ്പോർട്ട് ചോദിക്കലും കാര്യങ്ങളും. ടീച്ചേഴ്സിനും പരിമിതിയുണ്ട്. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിപ്പിക്കുന്ന കുട്ടികൾ ബേസ് നഷ്ടപ്പെട്ടു പോയതാണ്. കോവിഡ് വന്നിരുന്നു, പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പാരന്റ്സിനും ആശങ്കയാണ്. പാരന്റ്സിന്റെ കുറ്റമാണെന്ന് ചിലപ്പോൾ ടീച്ചേഴ്സ് പറയും സ്കൂൾ മാറിയപ്പോഴാണ്. അതൊന്നുമല്ല, പല കാരണങ്ങൾ കൊണ്ട് നമ്മളെ മക്കൾ പുറകോട്ടായി പോയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ആളുകളോട് പറഞ്ഞു കൊടുക്കണം. അവർ വലിയ ആശങ്കയിലാണ്, പാരന്റ്സ് ആശങ്കയിലാണ്, ടീച്ചേഴ്സ് ആശങ്കയിലാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് അതിന്റെ സമ്മർദ്ദം ഒരുപാടുണ്ട്. കാരണം സ്കൂളിൽ നിന്ന് ടീച്ചർ പറയാം നാളത്തേക്ക് അക്ഷരം ഫുള്ള് പഠിച്ചു വരണം. അങ്ങനെ പറയുന്നത് ക്ലാസ്സിൽ നിന്ന് പല ടീച്ചേഴ്സ് പറയും നാളെ അക്ഷരം ഫുള്ള് പഠിച്ചിട്ട് വന്നില്ല. അങ്ങനെ എന്ത് ചെയ്യും കുട്ടി, നാളത്തേക്ക് അക്ഷരം പഠിച്ചു വരാവുന്ന സംഭവമാണോ അറിയാത്ത അക്ഷരങ്ങൾ? അതേപോലെ തന്നെ പാരന്റ്സ് വീട്ടിൽ നിന്ന് പറയും വായിക്ക് എന്നോടല്ലേ വായിക്കാൻ പറഞ്ഞത്. അക്ഷരം അറിയാത്ത കുഞ്ഞിന് വായിക്കാൻ പറ്റുമോ? വലിയ സമ്മർദ്ദമാണ്. അപ്പൊ ഇങ്ങനെ വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നത് നമുക്ക് ടെൻഷനോ സ്ട്രെസ്സോ അധികമായി കഴിഞ്ഞാൽ അത് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് പോലെ പഠന പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് പാഠ്യേതര പ്രശ്നങ്ങൾ കൂടെ ഉണ്ടാക്കുന്നു. ചിലപ്പോൾ ദേഷ്യം, വാശി, പ്രശ്നങ്ങൾ, പല ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, അത് സോൾവ് ചെയ്യാൻ അതിന് വേറെ ടൂളാണ്. അത് അക്ഷരം പഠിപ്പിച്ചാൽ പോരല്ലോ. എന്റെ മോന് ഭയങ്കര ദേഷ്യമാണ്, നിങ്ങൾ ഈ അക്ഷരം പഠിപ്പിച്ചാൽ ഓക്കെ. അക്ഷരം പഠിക്കാത്തത് കൊണ്ടാണ് ഈ സ്ട്രെസ് വന്നു കഴിഞ്ഞത്. ഇനി ഇത് സോൾവ് ചെയ്യാൻ ഈ ടൂൾ മാത്രമല്ല, വേറെ ചില ടൂളുകൾ കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു കുട്ടി ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് റെമഡി എന്ന് പറഞ്ഞത് അക്ഷരം പഠിപ്പിക്കലല്ല. കുട്ടിയെ മനസ്സിലാക്കി, കുടുംബത്തെ മനസ്സിലാക്കി കുട്ടിയെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നു. അതെങ്ങനെ കുട്ടിക്ക് ഏറ്റവും ഇണങ്ങുന്ന രസകരമായ രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ കുട്ടികൾ ഇരിക്കും. ഒരു ദിവസം ഇരുന്നാൽ കുട്ടി ബാക്കി എല്ലാ ദിവസവും ഇരിക്കും. സാധാരണയിൽ പല പാരന്റ്സും പറയും ഓൺലൈൻ ക്ലാസ്സിൽ എന്റെ മോൻ ഇരിക്കൂല. വെറുതെ പറയുന്നതാണ്. ഓൺലൈനിൽ ഇരിക്കൂല, ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല, എല്ലാ ക്ലാസ്സിലും ഇരിക്കില്ല എന്നുള്ളത് വെറുതെ പറയുന്നത്.
കാരണം കുട്ടി ഓൺലൈനിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സിനിമയും അല്ലെങ്കിൽ റീൽസും മറ്റു കാര്യങ്ങളെല്ലാം കാണുന്നത്. അത് റീൽസ് അല്ലേ? യെസ്. എന്തുകൊണ്ടാ കാണുന്നത്? റീൽസ് അവതരിപ്പിക്കുന്ന ആള് രസകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. കുട്ടിക്ക് ഇതൊരു പഠനമായി തോന്നാതെ, ഭാരമായി തോന്നാതെ, രസകരമായ സൈക്കോളജിക്കൽ ആയിട്ടുള്ള രീതിയിൽ പഠിപ്പിച്ചെടുക്കുന്ന സംവിധാനമാണ് നമ്മൾ ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ മാനേജ്മെന്റ് എന്ന കോഴ്സിലൂടെ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്കിൽ ആയിട്ടുള്ളത്. അതല്ലാതെ നിങ്ങൾ ഒരു കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലോ, ഒരു മെന്റർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലോ, ഒരു ഫാമിലി മെന്റർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലോ, ഇനിയല്ല നിങ്ങൾ ഒരു ഗ്രൂപ്പിന് ക്ലാസ് എടുക്കാൻ ആവശ്യമായിട്ടുള്ള ക്ലാസ് എടുക്കുകയാണെങ്കിലോ ഒക്കെ ആവശ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതേപോലെ തന്നെ പ്രസന്റേഷൻ സ്കിൽ, ലീഡർഷിപ്പ് സ്കിൽ, അതേപോലെ തന്നെ എന്താണ് സൈക്കോളജിക്കൽ ടെക്നിക്കുകൾ, ഇതെല്ലാം ഈ കോഴ്സിലൂടെ അഭ്യസിച്ചെടുക്കുകയും നല്ല ഒരു ഗൈഡ്, ഒരു മെന്റർ, ഒരു കൗൺസിലർ, ഒരു ടീച്ചർ, ഒരു ട്രെയിനർ, ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചേർത്ത് പറയാവുന്ന ഒരു കാര്യം, പിന്നെ പല ആളുകളും സ്വന്തമായ ഒരു വരുമാന മാർഗമൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കോഴ്സിന്റെ സാധ്യത, നേരത്തെയുള്ള സാധ്യത ഞാൻ പറഞ്ഞു. കോവിഡിന് ശേഷം 50% എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഉള്ള സാധ്യത, ഇപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമം വന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരെയും കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടാവും. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടാകും. മീറ്റിംഗിൽ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഈ പറഞ്ഞ ഈ കോഴ്സിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. നാളെയും മറ്റന്നാളൊക്കെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ നൈബേഴ്സ്, നിങ്ങളെ അയൽവാസി, നിങ്ങളെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു നോക്കുക, സ്കൂളിൽ പോയിട്ട് എന്താണ് ടീച്ചേഴ്സ് പ്രധാനമായിട്ട് അവർ പറഞ്ഞ ആശങ്ക എന്താണ്. അപ്പൊ ഈ ഓൾ പാസ് സംവിധാനം ഇനി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് മക്കൾ പറഞ്ഞിട്ടുണ്ട്, മക്കൾക്കും അതിന്റെ ടൈറ്റാണ്. അപ്പൊ ഈ അക്ഷരങ്ങൾ അറിയാത്ത കുട്ടി എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം എന്ന ചിന്ത കുട്ടിയിലുണ്ടാകും. പാരന്റ്സിനും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുണ്ടാകും. എങ്ങനെ സോൾവ് ചെയ്യും എന്ന് അവർക്ക് അറിയില്ല. അപ്പൊ അതിനുള്ള പരിഹാര മാർഗം ഈ ഒരു കോഴ്സാണ്. ഇതിലേക്ക് നമ്മൾ ആളുകളെ നിങ്ങൾ റെമഡിയൽ ടീച്ചർ, ഈ കോഴ്സ് എന്നുള്ളതല്ല, നിങ്ങൾ റെമഡിയൽ ടീച്ചറായി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ആളുകൾ എത്തും. അപ്പൊ അങ്ങനെ വലിയൊരു സാധ്യത ഈ ഒരു ജോബിനുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മേഖലക്കുണ്ട്. അപ്പൊ ഈ കോഴ്സിലൂടെ നമ്മൾ ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ മാനേജ്മെന്റ് എന്നൊരു സർട്ടിഫിക്കറ്റ്, TSSR കൗൺസിലിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ നിങ്ങൾക്കൊരു സ്കില്ലുണ്ട് എന്ന് സർട്ടിഫൈ ചെയ്യാൻ അനുവാദമുള്ള ഓട്ടോണമസ് ബോഡിയാണ് BSS, സ്റ്റേറ്റ് കൗൺസിൽ, TSSR എന്നൊക്കെ പറയുന്നത്. അപ്പൊ TSSRന്റെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സർട്ടിഫിക്കറ്റിലല്ല പ്രധാനം, അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് ഒരുപാട് സ്കില്ലുകൾ നിങ്ങൾ നേടിയെടുക്കുകയും നമ്മളെ ജീവിതത്തിൽ സന്തോഷം എങ്ങനെ ഉണ്ടാക്കും, സമാധാനം എങ്ങനെ ഉണ്ടാക്കും, നമ്മളെ ജീവിതത്തിൽ എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് നിൽക്കുക, ഒന്നും ചെയ്യാതെ മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ പലരും പറയും ഞാൻ ഹൗസ് വൈഫാണ്. ഓക്കെ, എന്താ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. ആ പറച്ചിൽ നമ്മൾ പറയാതിരിക്കണം. എന്തെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെല്ലാം സ്കില്ലുകൾ അഭ്യസിച്ചെടുക്കാം. ഇതൊക്കെ പഠിച്ചെടുക്കാവുന്ന സ്കില്ലുകളാണ്, ടൂളുകളാണ്, പഠിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ പറയാറുണ്ടല്ലോ, അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. എന്തെങ്കിലും, സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നും ചെയ്യാതെ മുരടിച്ച് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ചെയ്യലാണ്. അതേപോലെ നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടാകും, കല്യാണമൊക്കെ കഴിഞ്ഞ് 5-10 വർഷമായി, ഇനിയിപ്പോ എന്ത് കോഴ്സ്, ഇനി ക്ലാസ് പോയി ഇരിക്കലൊന്നും നടക്കൂല, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇത് വേറെ ഒന്നുണ്ട്, നിങ്ങൾ +2 ഡിഗ്രി ക്ലാസ് പഠിച്ച പോലെ, അല്ലെ സ്കൂളിൽ പഠിച്ച പോലെ വന്ന് ഇരിക്കലല്ല. വളരെ രസകരമായി, ജോയ്ഫുൾ ആയിട്ട്, ആക്ടിവിറ്റി ഓറിയന്റഡ് പ്രോഗ്രാം ആണ്. ഒരിക്കലും എന്തോ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന ഫീല് നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കോഴ്സ് നടത്തുന്നത്. 10 ദിവസം തുടർച്ചയായിട്ടുള്ള കോഴ്സുകളാണ്. നമ്മൾ ഇവിടെയാണെങ്കിലും കോട്ടയം ഈരാറ്റുപേട്ടയിലാണെങ്കിലും നടക്കുന്ന ഈ രീതിയിലാണ് കേട്ടോ. 10 ദിവസം തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ക്ലാസ്സുകൾ. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വർക്കിംഗ് ഡേയിലാണ് ക്ലാസ് ഉണ്ട്. 10 ദിവസത്തെ ക്ലാസ്സുകളും അതേപോലെ അതിനുശേഷം ഒരു 3 മാസത്തോളം ഫോളോ അപ്പ് സെഷനുകൾ ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ നേരിട്ട് വരേണ്ടതുണ്ട്. 10 ദിവസത്തെ ക്ലാസ്, നേരിട്ടുള്ള ക്ലാസ്സുകൾ, അതിനുശേഷം ആഴ്ചയിൽ ഒരു ദിവസം. ബാക്കിയുള്ള നിങ്ങളുടെ ആക്ടിവിറ്റി, കാര്യങ്ങൾ, ടൂളുകളൊക്കെ ഓൺലൈൻ മറ്റുമൊക്കെ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ഇതാണ് ഓഫ്ലൈൻ ബാച്ചിന്റെ രീതി. ഇങ്ങനെയാണ്. ഓഫ്ലൈൻ നമ്മൾ ഇപ്പൊ അനൗൺസ് ചെയ്തില്ല, അതിന്റെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് പറയുന്നതാണ്. അപ്പൊ ഓഫ്ലൈനിൽ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും നിങ്ങളെ ഗോൾ നേടിയെടുക്കാൻ, അതായത് നിങ്ങളെ ഇപ്പോഴുള്ള ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമാവും. എപ്പോൾ? വെറും 10 ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ നെക്സ്റ്റ് ലെവൽ എത്തിയിട്ടുണ്ടാകും എന്ന്
ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, അത് ഞാൻ ഗ്യാരണ്ടി തരാം. മാത്രമല്ല 10 ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഓക്കെ അല്ല, ഇത് കാശ് മുതലാകൂല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനാണ് സെഷൻ ചെയ്യുന്നത്, കാശ് ഞാൻ തിരിച്ചു നിങ്ങൾ തരും. മുഴുവൻ തുകയും ഞാൻ തിരിച്ചു തരും. വെറുതെ അല്ല, ക്ലാസ്സിൽ 10 ദിവസം നിങ്ങൾ വരണം. വന്നിട്ട് നിങ്ങൾ ഇതിന്റെ ആക്ടിവിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ബാച്ചുകൾ നടത്തിയ ഓൺലൈനായും ഓഫ്ലൈനായും നടത്തിയിട്ടുള്ള നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ എല്ലാം ഫീഡ്ബാക്കുകൾ കേട്ട് അവരെ കണ്ട് എനിക്ക് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളെ ഉയർത്തുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്, ഒരു കോച്ചിങ് പ്രോഗ്രാമാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമാണ്. അതോടൊപ്പം നിങ്ങൾക്ക് ഒരു സ്കില്ലും ഒരു സർട്ടിഫിക്കറ്റും കിട്ടുകയും നിങ്ങൾക്കൊരു തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായ ഒരു വരുമാനമൊക്കെ അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ സ്വന്തമായ ഒരു വരുമാനമൊക്കെ കണ്ടെത്തേണ്ട ആളുകളാണെങ്കിൽ അതിനുള്ള കൃത്യമായുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡൻസ്, എന്തൊക്കെ ചെയ്യണമെന്ന് ഈ കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലെത്തുമ്പോഴേക്ക് നിങ്ങൾക്ക് അതിനുള്ള ഐഡിയാസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നതാണ്. പിന്നെ അവസരം ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ, അവസരം ഉണ്ടെങ്കിൽ പരിഗണിക്കുക ഈ കോഴ്സ് കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഉള്ള ക്ലാസ്സിൽ തന്നെ പങ്കെടുക്കുന്നതാണ് നല്ലത്. തൊട്ടടുത്ത ജില്ലകളിലൊക്കെ ആണെങ്കിലും വന്നു പോകാവുന്നതേ ഉള്ളൂ. രാവിലെ പുറപ്പെട്ടാൽ മതിയാവുന്നതാണ്. 10 മണി എന്നാൽ 10:30, 10:30 ക്ലാസ് തുടങ്ങും, 4 മണിയോടുകൂടെ വൈൻഡപ്പ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു രീതി ഉള്ളത്. അപ്പൊ എന്താണ് ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ മാനേജ്മെന്റ് എന്നതും, അതേപോലെ തന്നെ എന്തിനാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നും, ഈ കോഴ്സിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്തെന്നും, ഇത് കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നേരത്തെ പങ്കെടുത്ത ആളുകളിൽ സ്വന്തമായി ഏൺ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളുകൾ ഉണ്ടെന്ന് നമ്മുടെ ടീം മെമ്പേഴ്സ് പറഞ്ഞു. അങ്ങനെയൊക്കെ ഗോളുള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും മറ്റൊരു സ്ഥാപനത്തിലും നിങ്ങൾ പ്രവർത്തിക്കുക പോലും വേണ്ട. നിങ്ങളിപ്പോ ഒരു TTC കഴിഞ്ഞാൽ, PPTTC കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഒരു മോണ്ടിസോറി TTC ഒക്കെ കഴിഞ്ഞാൽ നിങ്ങളൊരു ടീച്ചറായിട്ട് ഒരു സ്ഥാപനത്തിനെ ആശ്രയിച്ചാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. ആ സ്ഥാപനത്തിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുക. ഇത് നിങ്ങൾ റെമഡിയൽ ടീച്ചറായി കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ സ്ഥാപനം പോലെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, അവിടെ നിങ്ങൾക്ക് ജോലി ചെയ്യാം. പിന്നെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ പല ആളുകളും ഇപ്പൊ സ്കൂളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള ടീമിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ റെമഡിയൽ ടീച്ചേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കില്ലുകൾ കൃത്യമായിട്ട് എങ്ങനെ ഒരു കുട്ടിയെ നിങ്ങൾ അസസ് ചെയ്യുന്നു, ആ കുട്ടിയെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം റെമഡി എങ്ങനെയാണ് കൊടുക്കുക, അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ക്ലാസ്സിലൂടെ നിങ്ങളെ കൊണ്ട് അത് പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ജസ്റ്റ് മോട്ടിവേഷൻ ക്ലാസ്സിലൂടെ മാത്രമല്ല, അങ്ങനെയല്ല. ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ല, ഇതൊരു ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പാണ്. മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രാക്ടിക്കൽ ടൂളുകൾ അപ്ലൈ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു, അതിലൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ സ്കില്ല് നിങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് കയറണമെങ്കിൽ കയറാം. ഇനി അതല്ല, പഠന പ്രയാസം പരിഹരിക്കുന്നു, നിങ്ങളെ കുട്ടിക്ക് പഠനത്തിൽ പ്രയാസമുണ്ടോ, പരിഹരിക്കാം എന്നൊരു പോസ്റ്ററോ കാര്യമോ നിങ്ങൾ ചെയ്ത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ തന്നെ ചോദ്യങ്ങൾ വരും ഉറപ്പായിട്ടും. അപ്പൊ അവിടെ നിങ്ങൾക്ക് റെമഡി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ മറ്റൊരു സ്ഥാപനത്തിലേക്കും പോകാതെ നിങ്ങളെ വീട്ടിൽ നിന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രാമത്തിൽ നിങ്ങളൊരു റൂം, ചെറിയ ഒരു സംവിധാനം വെച്ചുകൊണ്ടോ, ഇനിയല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിലും ഒക്കെ തന്നെ ഈ ആവശ്യമായിട്ടുള്ള സ്കില്ല് നിങ്ങൾ നേടിയിരിക്കും. ഓക്കെ. അതാണ് ഇതിന്റെ എന്താ പറയുക, ഒരു സ്കില്ല് എന്നുള്ള ലെവലിൽ അല്ലെങ്കിൽ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉപകരിക്കുന്ന കാര്യം. അപ്പൊ ഇത്രയാണ് എനിക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ? ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കാം, അല്ലെ ചാറ്റിലൂടെ ചോദിക്കാം. നമ്മളെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകളുടെ ഫീഡ്ബാക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് കേൾക്കാം. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലിയർ ആവാത്തതുണ്ടോ, ക്ലിയർ ആക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ ജസ്റ്റ് നമ്മളെ ക്ലാസ് പങ്കെടുത്ത ആരെങ്കിലും ഒന്ന് ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ? ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ? ഹലോ, അസ്സലാമു അലൈക്കും. സലാം. ഞാനാണ് ഫാത്തിമ റിഷാനാണ്. റിഷാന, പറയൂ റിഷാന. യെസ് യെസ് യെസ്. ഞാനിപ്പോ DL ടീമില് ഓഗസ്റ്റിലാണ് ജോയിൻ ചെയ്തത്.
അപ്പോൾ ഇതുവരെ ഇന്നലെ ഞങ്ങൾ ക്ലാസ് ഉണ്ടായിരുന്നു, അടിപൊളിയാണ് സാറിന്റെ ക്ലാസ്. എന്താ പറയാ, എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തേരെ തന്നെ. എന്റെ വീട് മുക്കത്താണ്, ഞാനിവിടെ മുക്കം കാരശ്ശേരിയാണ്. അപ്പൊ ഞാൻ താമരശ്ശേരി ഒക്കെ ആയപ്പോ ഫസ്റ്റിലൊക്കെ വിചാരിച്ചു പഠിച്ചോനെ ദൂരല്ലേ, ദൂരത്തേക്കൊക്കെ പോവാൻ ഇഷ്ടമാണ്, പോണൊക്കെ ഭയങ്കര പൂതിയാ. പക്ഷെ ദൂരത്തേക്ക് പോയാൽ കാര്യം ഉണ്ടാവും, അത്രക്ക് ദൂരം പോയിട്ട് വെറുതെ ആവോ. നമ്മള് എവിടൊക്കെ കേൾക്കലുണ്ട് ജോലി ഉറപ്പ്, നിങ്ങൾക്ക് 100% വിജയം. പക്ഷെ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോലെ എന്താ പറയാ, ജോലി ചോദിക്കുമ്പോ ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ അങ്ങനത്തെ ഒരു വർത്താനേ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കും അറിയാം. കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ്, എന്താ പറയാ, ജോലി ഉറപ്പ് പറയും, നല്ല ഇത് ഞങ്ങൾക്ക് 100% വിജയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ ആൾക്കാർ ഇങ്ങനെ പലതും പറ്റിക്കലുണ്ട്. പക്ഷെ ഫസ്റ്റിൽ കേട്ടപ്പോൾ ഞാൻ ഫസ്റ്റിൽ അങ്ങനത്തെ എന്തോ ആണ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് ബാക്കോട്ട് നിന്നീനി. ബട്ട് നിന്റെ ജീവിതത്തിൽ ഞാൻ പറയാ, സത്യം പറഞ്ഞാൽ വലിയൊരു തീരുമാനം, ഒരു എന്താ പറയാ, ഒരു സന്തോഷം ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോ തന്നെ. എന്താ പറയാ, ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ വന്നു തന്നെ പറയാം. എനിക്ക് എന്റെ വീട്ടുകാരെ സംസാരത്തിലും എന്റെ കുടുംബക്കാരെ സംസാരത്തിലും എല്ലാത്തിലും അറിയാനും ഉണ്ട് എന്റെ ജീവിതത്തിൽ വന്ന മാറ്റം. അപ്പോ എന്താ സാറിന്റെ ക്ലാസ് ആയിക്കോട്ടെ, മോട്ടിവേഷൻ ക്ലാസ് ആയിക്കോട്ടെ, മറ്റേ എന്താ മെഡിറ്റേഷൻ എല്ലാം, എല്ലാ കൗൺസിലിംഗ് എല്ലാം ആയിക്കോട്ടെ, നല്ല ക്ലാസ്സാണ്. റെമഡിയൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടായിക്കോട്ടെ ഒക്കെ സാറ് നല്ല രീതിയിൽ നമുക്ക് ക്ലാസ്, ആഴ്ചയിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് 10 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ മാസത്തിൽ ഫോളോ അപ്പ് ആണ് ഉണ്ടായിരുന്നത്. എന്താ പറയാ, ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് അങ്ങനെ വരും. അപ്പൊ ഇന്നലെ ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇന്നലെ സാറിന്റെ ക്ലാസ് കേൾക്കാൻ പറ്റി. എന്താ പറയാ, നല്ല അടിപൊളിയാണ്. എന്താ എല്ലാരും അഭിപ്രായമൊക്കെ ക്ലാസ്സിൽ വരുന്ന എല്ലാരും ജോയിൻ ചെയ്തോ? ആൾക്കാരെ കിട്ടി സാറ് ജോയിൻ ചെയ്തോ? ഉണ്ട് ഉണ്ട് ഉണ്ട്, എല്ലാരും ഉണ്ടാവും. അല്ല, ഓക്കെ, നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നോക്കാം. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ 100% ഉറപ്പ് പറയാണ്. കാരണം അത്ര നല്ല മാറ്റങ്ങൾ വരും. മാഷാ ഓക്കെ, അല്ലാ, അൽഹംദുലില്ലാ, ഉഷാറാണ്. എനിക്ക് താങ്ക് യു. നല്ലൊരു മാറ്റം വന്നിട്ട്, അതുപോലെ എല്ലാവർക്കും മാറ്റം വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷം. ഓക്കെ ഓക്കെ, വേറെ ഫാദില മിസ് കേൾക്കുന്നുണ്ടോ? ഫാദില മിസ്സോ, ഐഷ മുസിന, ഓക്കെ, ആരോ കേൾക്കും? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ, യെസ്, പറയൂ. എല്ലാവർക്കും നമസ്കാരം. ഞാന് ഐഷ, സെക്കൻഡ് ബാച്ച് ആണ്. ഞങ്ങള് ഏകദേശം 2 മാസത്തോളം ആവാനായി സാറിന്റെ ക്ലാസ്സിൽ ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ട്. എനിക്ക് എന്നെ സംബന്ധിച്ച് വളരെ എഫക്റ്റീവ് ആണ്. വളരെ എന്താ പറയാ, ഒരു വ്യക്തിയിൽ എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ സംഭവിക്കും എന്ന് വെച്ചാൽ അത് നമ്മളെ ക്ലാസ്സിൽ വന്ന ആളുകൾക്കറിയാം, ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കറിയാം. നമ്മൾ ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നാളുകളായിട്ട് പഠിക്കുന്നുണ്ട്. ഞാനും പഠിച്ചിട്ടുണ്ട്. ഞാൻ DED, പിന്നെ അതേപോലെ കൗൺസിലിംഗ് സൈക്കോളജി, പാരന്റിങ് സൈക്കോളജി, സാർ ഇപ്പൊ തരുന്ന പോലെയുള്ള കാര്യങ്ങൾ എന്നെ മുൻപ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഇല്ലാത്ത ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ്സും ഒരു അറ്റ്മോസ്ഫിയറും അതേപോലെ സാറിന്റെയും മെന്റേഴ്സിന്റെയും ഒക്കെ ഒരു സപ്പോർട്ടും ഒക്കെ വളരെ വലുത് തന്നെയാണ്. ശരിക്കും ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു എന്ന് വളരെ എന്താ പറയാ, 100% ട്രാൻസ്ഫോർമേഷൻ ഈ സമയം കൊണ്ട് തന്നെ എനിക്ക് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് അറിയുന്ന കാര്യമാണ്. ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം അവിടെ നമ്മളെ ആരും പഠിപ്പിക്കുകയല്ല, നമ്മളിലേക്ക് ചിലത് അപ്ലൈ ചെയ്തിട്ട് നമ്മളിൽ തന്നെ മാറ്റം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മാറ്റം അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇതിൽ ഞാൻ എൻ്റെ സറൗണ്ടിങ്ങിലുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് ആളുകളോട് ഇന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്, ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആളുകളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മള് എന്നിൽ മാറ്റം വന്ന പോലെ എൻ്റെ ചുറ്റിലുള്ള ഒരുപാട് ആളുകളിൽ മാറ്റം വരണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്രയോ പൈസ ചെലവഴിച്ച് പല കോഴ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുപോലൊരു കോഴ്സ് ചെയ്താൽ ഇനി ലൈഫിൽ നമുക്കൊരു ഉത്തരം കിട്ടും എന്നുള്ളതാണ്. പല സമയത്തും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഉത്തരം കിട്ടാറില്ല. എനിക്ക് ഉത്തരം കിട്ടിയിരുന്നില്ല. പലതും ചെയ്തു, 1 വർഷം സ്കൂളിൽ വർക്ക് ചെയ്തു, പഠിച്ച് ഞാനൊരു ജോലി, സാലറി കിട്ടുന്ന ആ ഒരു ഇതിലൊക്കെ എത്തിയെങ്കിലും എനിക്ക് ഒരുപാട് ഉത്തരങ്ങൾ വേണ്ടിയിരുന്നു. ശരിക്കും ക്ലാസ്സിൽ വന്നപ്പോ എന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടിയെന്നുള്ളതാണ്. ഏറ്റവും വലിയ എക്സാമ്പിൾ ഇന്നലെ ഞങ്ങൾക്ക് ഫോർഗീവ്നെസ്സിന്റെ ക്ലാസ് ആയിരുന്നു. ശരിക്കും ക്ലാസ്സിൽ രാവിലെ ഇരുന്നത് മുതൽ വരുന്നത് വരെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എന്റെ മനസ്സിലുണ്ടായിരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്നുള്ളതാണ്. ഓരോ സാറിന്റെ ക്ലാസ്സിലും നമ്മളെ മനസ്സിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ശരിക്കും അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഓരോ സമയം ഞാൻ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ചെയ്യാറുള്ളത് ഇതുപോലൊരു അവസരം കിട്ടിയതിന്. എപ്പോഴും മുബഷിറ മിസ്സിനെ ഞാൻ ഓർക്കാറുണ്ട്. അവരിലൂടെയാണ് ഞാൻ ഈ ഒരു കോഴ്സ് എനിക്ക് എടുക്കാൻ പറ്റിയത്. ഇതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, ഇനി ഉണ്ടാവും എന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്.
അതേപോലെ എല്ലാവർക്കും മാറ്റങ്ങൾ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള പലർക്കും ഇപ്പൊ ഒരു ചോദ്യമായിട്ട് മനസ്സിലുണ്ടാവും, എന്താണ് ചെയ്യണോ വേണ്ടേ, വെറുതാവോ, അങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് ഇങ്ങോട്ട് കേറി പോന്നോളാം. നിങ്ങൾ ആ 10 ദിവസം കഴിയുമ്പം തന്നെ പറയും, എനിക്ക് 10,000ത്തിന്റെ ഗുണമല്ല കിട്ടിയത്, എനിക്ക് 20,000ത്തിന്റെ ഗുണമല്ല കിട്ടിയത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പറയും. നമ്മളെ കൂടെയുള്ള ഓരോരുത്തരും പറയുന്നുണ്ട്. ഒരാൾക്ക് പോലും മാറ്റങ്ങൾ ഇല്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. ഞങ്ങൾ 24 പേരുണ്ട്. 24 ആളുകളിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സംഭവിച്ചവരുണ്ട്, ഗോൾസ് അച്ചീവ് ചെയ്തവരുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറി വരാവുന്നതാണ്. ഒരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് ഞങ്ങളൊക്കെ ഉണ്ട് മുന്നിൽ, ഞങ്ങളെ ബാക്കിൽ തന്നെ പോന്നോളാം. നമുക്ക് ഒരുമിച്ച് വിജയത്തിലെത്താം. ഷുവറാണ്, ഒരു സംശയവും ഇല്ല. ഒരുപാട് ഓക്കെ. നന്ദി സാറിനും നമ്മളെ ടീമിനും ഒക്കെ. ഒരുപാട് ഉയരങ്ങളിൽ എത്തുന്നുള്ളത് തീർച്ചയാണ്. നമ്മൾ വളരുക തന്നെ ചെയ്യും, വളർന്നുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, സന്തോഷം ആശ മുസ്ലിംസെ. ഓക്കെ, വേറെ ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്യുന്നോ? ആരെങ്കിലും ഒന്ന് പറയാമോ? ഹായ് ഓ സാർ. അഫ്സ മിസ് പറയൂ. ഹലോ, ഞാൻ സാറെ ക്ലാസ്സിൽ ഇതുപോലെ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിലാണ് ഫസ്റ്റ് ജോയിൻ ചെയ്തത്. പക്ഷെ അന്ന് ഒരു കോഴ്സ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോ ബേക്കോട്ട് അടിച്ച ആളാണ്. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ അള്ളാനെ സ്തുതിച്ചാൽ മതിയാവില്ല. അന്ന് ഒരു റെമഡിയൽ ടീച്ചിങ് എന്നത് മാത്രമായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. ഒരു സ്വയം തൊഴിൽ, ഒരു സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെ ആയിരുന്നു അന്ന് ജോയിൻ ചെയ്തത്. ഇന്ന് സ്വന്തം തൊഴിൽ മാത്രമല്ല എന്നുള്ള പുതിയൊരു ജീവിതത്തിലേക്ക് 10-12 വർഷം ജീവിച്ചത് ഒന്നും അല്ല ഒരു ജീവിതം എന്നുള്ളതിനുള്ള ഒരു മാറ്റാണ് ഈ കോഴ്സിൽ വന്നതിന് ശേഷം. പക്ഷെ ഇപ്പം കോഴ്സിൽ വന്നതിന് ശേഷം ടെൻഷൻ അടിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ 10 വർഷം നമ്മളെ കുട്ടിയെ നോക്കിയതും പരിപാലിച്ചതും ഒന്നും അല്ല ഈ പേരന്റ് ആയിരുന്നു. എൻ്റെ മക്കളും ഞങ്ങളോട് ഞാൻ എത്രത്തോളം ക്രൂരത ചെയ്തു പോയി എന്ന് തോന്നിപ്പോയത് ഈ കോഴ്സിൽ വന്നതിന് ശേഷമാണ്. ഈ കോഴ്സിൽ വന്നതിന് ശേഷം ടെൻഷൻ അടിച്ച സംഭവം അതാണ്. ഇത്രത്തോളം എൻ്റെ മക്കളെ ഞാൻ ചെയ്തു പോലെ, മക്കളാണ് തെറ്റുകാരി എന്ന് ചിന്തിച്ച് ഇതാണ് ബെസ്റ്റ് ടൈം. ഇതാണ് നമ്മൾ ഓരോ മക്കളെ കുറേ കാര്യങ്ങൾ അറിയാനുള്ള ചീത്ത സമയം. പറയും, ഇതാണ് ഏറ്റവും നല്ല സമയം. മക്കളെ കുറെ ചീത്ത പറയും. പക്ഷെ നമ്മൾ മാറിയതിനു ശേഷം നമ്മളെ മക്കളാണ് നല്ലത് എന്നുള്ളത് ഈ കോഴ്സിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. പിന്നെ എനിക്ക് എൻ്റെ ഫാമിലി, പിന്നെ എൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ, ഞാനൊരു 4 ആളെടുത്ത് പോയാൽ ഒന്നും സംസാരിക്കാതെ അവിടെ പോയി എല്ലാം മെല്ലെ മെല്ലെ തേഞ്ഞ് ബേക്കോട്ടെ വലിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു 4 ആളെ മുന്നിൽ പോയിട്ട് ഒന്ന് സംസാരിക്കാനുള്ള സ്റ്റേജ് പേര് പോലുള്ള ഒരു സ്റ്റേജ് പേര് മാറി എന്ന് തന്നെ പറയാം. പിന്നെ നമ്മള് കോഴ്സിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ഒക്കെ പ്രസന്റേഷൻ ചെയ്യാൻ പറയുമ്പോൾ മൈക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് എനിക്ക് പേടിയായിരുന്നു. ആ മൈക്ക് കയ്യിലേക്ക് വരുമ്പം വിറച്ചിട്ട് ഷാനാമിസിനൊക്കെ അറിയാം എങ്ങനെയാണ് ഞാൻ 1 മിനിറ്റ് സംസാരിച്ചു പോകുന്നത്. ഇപ്പോ മൈക്ക് എടുത്ത് സംസാരിക്കാൻ ടൈം തന്നാൽ നമുക്ക് ആ ടൈം മതിയാവുന്നില്ല. എത്രത്തോളം സംസാരിച്ചിട്ടും ആ ടൈം നമുക്ക് മതിയാവുന്നില്ല. അത്രത്തോളം സാറ ഈ 10 ദിവസത്തെ ക്ലാസ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. ഓരോ ക്ലാസ്സും ഇതിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ 10 ദിവസത്തെ ക്ലാസ് നമുക്ക് തരുന്നതനുസരിച്ച് നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാണ് എങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം. ഞാനൊക്കെ ഇപ്പൊ വിചാരിക്കുന്ന ഈ സ്കൂൾ ജീവിതമൊക്കെ ഇങ്ങനെ, ഈ സ്കൂൾ പോയതൊക്കെ ഈ കോഴ്സ് ചേർന്ന രീതിയിൽ ഞാൻ ആയിപ്പോയിനെങ്കിൽ ഇന്ന് എവിടെയോ എത്തിപ്പോയേനെ. ഈ 2-2.5 മാസത്തോളം ഇവിടെ പോയതിനു ശേഷം ഇത്രയൊക്കെ മാറ്റി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം സാറെ ക്ലാസ്സിന്റെ അത്രത്തോളം പവറാണ് നമ്മളിൽ നിന്ന് കാണുന്ന മാറ്റം. പിന്നെ വെച്ചാല് അള്ളാഹുലേക്ക് കുറെ നമ്മൾ തെറ്റുകൾ കുറെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടാത്ത കാര്യത്തെ കുറിച്ച് നമ്മൾ ദൈവത്തോട് ഇങ്ങനെ പറയുന്നുണ്ട്. അത് നമ്മളിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. കിട്ടിയതിന് നന്ദി പറയലെന്ന്, എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്നുള്ളതും അത് ചെയ്താൽ എത്രത്തോളം നമുക്ക് എഫക്റ്റ് ആവും എന്നുള്ളതും ഈ കോഴ്സിൽ വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. പുതിയൊരു ഒരു ജോലി എന്നൊന്നും ഇതിലൊന്നുമില്ല. ജോലി ഒന്നുള്ളതൊന്നും ഈ കോഴ്സിൽ ഒന്നുമല്ല. അത്രത്തോളം ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കോഴ്സാണ് ഈ DLDM കോഴ്സ്. നിങ്ങൾ ഇന്ന് ഈ ഓറിയന്റേഷൻ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗ്യമായിട്ട് കൂട്ടിയാൽ മതി. ഇത്രയൊക്കെ പറയാനുള്ളൂ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ് ഈ 10 ദിവസത്തെ ക്ലാസ്. ആ ഒരു 10 ദിവസത്തെ ക്ലാസ്സിൽ ഒരു ദിവസം മിസ്സാകാന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു സംഭവമാണ്. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവരും ജോയിൻ ചെയ്യുക.
ഓക്കെ, ഓക്കെ. സന്തോഷം. ഓക്കെ, വേറെ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ? പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? നമുക്ക് മെല്ലെ കൺക്ലൂഡ് ചെയ്യാം. ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഹലോ, പറയൂ. ആ, ഞാൻ ലേറ്റ് ആയിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തത്. ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ആ. വളരെ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് ക്ലാസ് ചെയ്യാൻ, ആരാണ്? പക്ഷെ ഒന്നും ആളാരാണ്? കേട്ടിട്ടില്ല. ഞാൻ ഫാത്തിമ ഹന്ന, എവിടെ? സ്ഥലം എവിടെ? സ്ഥലം ഓമശ്ശേരി. ശരി, നമ്മൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്താണോ? അല്ല, കുറച്ച് ടൈം ആയിട്ടേ ഉള്ളൂ. Time ആയി. കോഴ്സിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. കേട്ടില്ല. ഓക്കെ, അപ്പൊ പക്ഷെ കോഴ്സിന്റെ ഇവരൊക്കെ നിങ്ങൾക്ക് പറയുന്നത് വേണമെങ്കിൽ റെക്കോർഡ് കേട്ടിട്ട് നിങ്ങൾ ഒരു ഷെയർ ചെയ്യാം. ഇൻട്രസ്റ്റ് എനിക്ക് തോന്നുന്നു. ആരാണ് നിങ്ങൾ? ആര് കെയർ ഓഫിലാ വന്നത് ഓക്കെ എന്ന് ഓക്കെ. പറയാമോ? നിങ്ങൾ ആര് കെയർ ഓഫിലാ ഞാൻ വന്നത്? ആയിഷ മുഹ്സിന. ആയിഷ ആയിഷ മുഹ്സിന. മുസിന മിസ്സിന് ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി. ഇനി നമുക്ക് ഇതിന്റെ റെക്കോർഡ് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഷെയർ ചെയ്യും. റെക്കോർഡ് ഒന്ന് പെട്ടെന്ന് തന്നെ കേൾക്കാം. നമ്മൾ തിങ്കളാഴ്ച ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇനി അഡ്മിഷൻ കംപ്ലീറ്റ് ആയാൽ പിന്നെ ഓക്കെ വിധമായ സീറ്റുകളേ ഉള്ളൂ. ഓക്കെ. ഓൺലൈൻ അല്ലല്ലോ, ഓഫ്ലൈൻ അല്ലേ. അപ്പൊ ഒരു സീറ്റ് ഒരു ആള് പോലും പിന്നെ അധികം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പൊ ഏതായാലും ഓക്കെ ഓക്കെ. ലൈഫിലൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കോഴ്സാണ് എന്ന് നിങ്ങളുടെ ഫീഡ്ബാക്കിലൂടെ അറിഞ്ഞു. നമ്മൾ അതൊന്നും അവകാശവാദങ്ങൾ പറയുന്നില്ല, പക്ഷേ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള കണ്ടന്റുകളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നതും. ജസ്റ്റ് ഇങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലെ ഇങ്ങനെ ഞാനിങ്ങനെ ക്ലാസ് എടുക്കുക, നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ സാധിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല അങ്ങനെ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ അങ്ങനെ ഇരുന്ന് വൈകുന്നേരം വരെ ആക്കാൻ. നമ്മുടെ ക്ലാസ് ആ രീതിയിലല്ലേ അല്ല. ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് പ്രോഗ്രാം ആയതുകൊണ്ട് എല്ലാവർക്കും വളരെ സജീവമായിട്ട് ഇടപെടാനും വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷമായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ ഒരുപാട് സ്കില്ലുകൾ, നമ്മൾ അറിയാതെ പല സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം. 10 ദിവസം കൊണ്ട് നമ്മളിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. യെസ്. പിന്നെ ജസ്ന മിസ്, വേറെ ആരെങ്കിലും ഉണ്ടോ? റിനുഷിത? സാർ, ആ, ഫീഡ്ബാക്ക് ഞാൻ പറയാം. ഫാമില. ഫാമില മിസ് പറയൂ. ഓക്കെ. ഹായ് ഓൾ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും ഇപ്പോൾ 1 മണിക്കൂറായല്ലോ അല്ലേ ഇരിക്കുന്നത്. ക്ലാസ് ഒക്കെ കേട്ടു. ഇനി എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷനിലായിരിക്കും. അത് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഫീഡ്ബാക്ക് പറയാന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ മുന്നേ ഒരാൾ പറഞ്ഞതുപോലെ ഞാൻ DLDMന്റെ സെക്കൻഡ് ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് ഫാമില. പിന്നെ നിങ്ങൾ ഈ കോഴ്സിന് ചേർന്നാൽ റെമഡിയൽ ടീച്ചർ ആവുക എന്നതല്ല, കേവലം ഒരു ടീച്ചിങ് മാത്രമല്ല, നമ്മുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് വരുത്താൻ സാധിക്കും എന്ന് ഈ ഒരു സമയത്ത് സാക്ഷി നിർത്തി പറയാണ്. തീർച്ചയായിട്ടും കഴിയും. നമ്മുടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് കേട്ട് പോവുക എന്നതല്ല സാർ, അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചേഞ്ച് വരുത്തി തരും. നിങ്ങളൊന്ന് ജോയിൻ ചെയ്താൽ മതി. ലൈഫിലായാലും പിന്നെ കുട്ടികളോടുള്ള പെരുമാറ്റം. പിന്നെ നമുക്ക് മറ്റൊരു ഗുണമുള്ളത്, വീട്ടിലൊരു ട്യൂഷനൊക്കെ നടത്തണമെങ്കിൽ അതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് നേടലും കൂടെ ആയി എന്ന് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഉണ്ട്, ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും ഈ കോഴ്സിനെ കുറിച്ച് അറിയാത്തവർ, നിങ്ങളെ ബന്ധത്തിലുള്ളവർ, അവരെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരിക. ഒരാൾക്ക് സമാധാനവും സന്തോഷവും ജീവിതത്തിൽ കൊടുക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുക. ബാക്കിയൊക്കെ സാറ് പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇനി കോഴ്സിനെ കുറിച്ച് അറിയാത്തവർ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കുക, ജോയിൻ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ ഫാദില മിസ്സേ, താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ? അസീല എന്താ പറയുന്നു? പറയൂ അസീല. ഈ ഒരു ചാൻസ് ആരും കൈവിട്ട് കളയരുത് എന്ന് തന്നെയാണ് അഭിപ്രായം. കാരണം നമ്മൾ അനുഭവിച്ച എല്ലാ സന്തോഷങ്ങളും സമാധാനവും എല്ലാവരിലും എത്തിക്കണം എന്ന് ആ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്തെ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. കാരണം നമ്മൾക്ക് കിട്ടിയ അനുഭവം ആ ഒരാള് അനുഭവിച്ചാലല്ലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് എത്തണമെന്നും എല്ലാവരിലേക്കും ഈ കാര്യങ്ങൾ സാറ് പറഞ്ഞു തരുന്നത്, സാറ് ആരെ പോലെ അല്ലല്ലോ നമ്മൾ ക്ലാസ് എടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ ക്യാച്ച് ചെയ്യാൻ പറ്റും, ആർക്കും പറ്റുന്ന ക്ലാസ് ആണ് സാറത്. അപ്പൊ പ്രാക്ടിക്കൽ ആക്കുകയും കൂടി ചെയ്താൽ മൊത്തത്തിൽ ഞങ്ങൾ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. എന്താ പറയാ, നമ്മളെ മക്കളിലുള്ള മാറ്റമായാലും അല്ലാതെ ലൈഫിലുള്ളതായാലും മൊത്തത്തിൽ മാറാൻ പറ്റി. പിന്നെ നമ്മളെ കാഴ്ചപ്പാട് തന്നെ മാറി. നമ്മൾ ഇതുവരെ കണ്ട ലോകമല്ല, ആൾക്കാരല്ല, സമീപനങ്ങളൊക്കെ മൊത്തം മാറി. നമ്മൾ ഇതുവരെ ഒരു കാര്യത്തോട് സമീപിച്ച മാതിരി അല്ല. പിന്നെ നമുക്ക് നമ്മൾ ഉള്ളിൽ നന്നായിട്ട് നല്ലോണം നോക്കൽ തുടങ്ങിയപ്പോൾ നമുക്ക് എല്ലാം നല്ലതായി തോന്നാൻ തുടങ്ങി.
അപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ഈ ചാൻസ് ഒരിക്കലും ആരും വിട്ട് കളയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ ഭാഗ്യം വേണമെന്ന് പറയല്ലേ. അപ്പോ അതുപോലൊരു ഭാഗ്യമാണ്, ആരും തട്ടിക്കളയരുത്. കാരണം ഇതിലേക്ക് ഈ ക്ലാസ്സിലെത്തിയ തന്നെ ഇതിലുള്ളവർക്ക് എല്ലാവർക്കും കിട്ടിയ ഒരു ഭാഗ്യമാണ്. അതിൽ ഒന്നുകൂടെ ഒരു പടി മുന്നിലേക്ക് എത്താൻ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു അസീല, വളരെ സന്തോഷം. അപ്പൊ ഏതായാലും കാഴ്ച മാറുമ്പോൾ കാഴ്ചപ്പാട് മാറുന്നു എന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുന്നതിലൂടെ നമ്മുടെ ലോകം മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും, ഉറപ്പായിട്ടും. ഇവരെല്ലാം വെറുതെ പറഞ്ഞതല്ല. ഒരു വിശുദ്ധ വചനമുണ്ട്, അന ഇന്ദ തന്നെ അബദീബി, ഞാൻ എൻ്റെ അടിമയുടെ ചിന്തയോടൊപ്പമാണ്. നമ്മുടെ മനസ്സിൽ നല്ല ചിന്തയാണ് എങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഭാവി നന്നാകും. നമ്മൾ വിജയത്തിലേക്ക് പോകുന്നു, കാര്യങ്ങളെല്ലാം ഭംഗിയായി തീരുന്നു എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ അതെല്ലാം ഭംഗിയാകും. അപ്പൊ അത് ചിന്ത താനേ വരുന്നതല്ല. ചില ടെക്നിക്കുകളുണ്ട്, ചില ടൂളുകളുണ്ട്, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്ന ആളുകളോട് നിങ്ങൾ ചോദിച്ചാൽ അറിയാം, ഇവരെല്ലാവരും പറഞ്ഞല്ലോ നിങ്ങൾ ഒറ്റക്കായിരിക്കില്ല, ഇനിയൊരു സംഘമുണ്ടാകും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും, നിങ്ങളെ സങ്കടങ്ങൾ കേൾക്കാനും, നിങ്ങളെ സന്തോഷങ്ങൾ കേൾക്കാനും, നിങ്ങളെ ചേർത്ത് പിടിക്കാനും, നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങളുടെ ഗോളുകൾ എന്താണോ ആ ഗോളുകൾ നേടിത്തരുന്നത് വരെ നിങ്ങളെ പിന്തുണക്കാൻ ശക്തമായിട്ടുള്ള ഒരു ബറ്റാലിയൻ, ഒരു ടീമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘമായിരിക്കും. അത് നിങ്ങൾക്ക് സ്വയം സന്തോഷവും സമാധാനവും കണ്ടെത്താനും, നിങ്ങൾ അടുത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ജ്യേഷ്ഠത്തിയോ അനിയത്തിയോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒരു സങ്കടം, ഒരു പരിഭവം, ഒരു പ്രയാസം, കുടുംബപരമായതോ അല്ലെങ്കിൽ അവരെ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അവരെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാവട്ടെ, അത്തരം മേഖലയിൽ ഒരു സമാധാനം കൊടുക്കാൻ, സാരല്ല എല്ലാം ശരിയാകും എന്ന് എല്ലാവരും പറയുന്ന വാക്കല്ല, അത് നമ്മൾ പറയരുത്. സാരല്ല എന്ന് പറയരുത്, സാരമുണ്ട്. സാരമുള്ളത് കൊണ്ടാണല്ലോ നമ്മളോട് ഓരോരുത്തർ സങ്കടം പറയുന്നത്. അപ്പോൾ എന്ത് പറയണം അത് നമ്മൾ പഠിക്കുന്നു. ലിസണിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ ക്ലാസ്സിലൂടെ പറയുന്നുണ്ട്. ഒരാളെ കേൾക്കുന്ന സമയത്ത് അവരോട് എന്ത് പറയണം, പറയരുത്, എങ്ങനെ നമ്മൾ സമാധാനിപ്പിക്കണം, പരിഹാരം കൊടുക്കണം എന്നെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു സമൂഹത്തിനെ നയിക്കാൻ യോഗ്യതയുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി, ഒരു വിമൻ ആയിട്ട് മാറാൻ നിങ്ങളെ സഹായിക്കുകയും പ്ലസ് നിങ്ങൾക്ക് ഒരു സ്കിൽ, ഒരു ടീച്ചിങ് സ്കില്ല് കൂടെ നിങ്ങൾക്ക് ലഭിക്കുകയും അതോടൊപ്പം ഒരു സർട്ടിഫിക്കറ്റ് കൂടെ ലഭിക്കുന്ന ഈ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിജയ യാത്രയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടു കൂടെ ക്ഷണിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. കൂടുതൽ വിവരങ്ങളെല്ലാം അറിയേണ്ടതുണ്ടെങ്കിൽ ഫീ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആര് വഴിയാണോ ഇതിലേക്ക് എത്തിയത് അവരോട് ചോദിക്കുക. പറയാൻ കാരണം നമ്മൾ ഈരാറ്റുപേട്ടയിലും അതേപോലെ തന്നെ കാലിക്കറ്റ് താമരശ്ശേരിയിലും ഓൺലൈനായിട്ടും ഒക്കെ നടത്തുന്ന ചെറിയ ഫീ വേരിയേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഞാൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ഇതിലേക്ക് എത്തിച്ചേർന്നത് ആര് കെയർ ഓഫിലാണോ അവർ ഫീ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. കോഴ്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു, അതെല്ലാം നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും സ്വപ്നങ്ങൾ സഫലമാവട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഒന്നും ചെയ്യാതിരിക്കരുത്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ സന്തോഷകരമായ അവസ്ഥയിലേക്ക് അടുത്ത ലെവലിലേക്ക് എത്തണമെന്ന പ്രതിജ്ഞ എപ്പോഴും ഉണ്ടായിരിക്കുക. എസ്പെഷ്യലി 2025 ആദ്യ ദിനങ്ങളാണ്. ഇതാണ് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും നല്ല സമയം. നല്ല തീരുമാനങ്ങൾ എടുക്കുക. 2025 മനോഹരമാക്കി തീർക്കാൻ നിങ്ങൾ തയ്യാറാവുക. അപ്പൊ എല്ലാവർക്കും ഹൃദയത്തിന്റെ തട്ടിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്, സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോ DLDM കോഴ്സിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആര് വഴിയാണോ ഈ ഒരു ക്ലാസ്സിലേക്ക് എത്തിയത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ പോസ്റ്ററിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്തിട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാവുന്നു, നമ്മുടെ ലൈഫിൽ എത്രത്തോളം സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും എന്നുള്ളത് ഈ ഇത്രയും ആളുകൾ പറഞ്ഞ ഫീഡ്ബാക്കിലൂടെയും സാറിന്റെ ക്ലാസ്സിലൂടെയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനം എടുക്കുക. ലൈഫിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാനും കൂടെ ഉറപ്പു തരികയാണ്. കാരണം സാറിന്റെ ഒരു കോഴ്സിലൂടെയാണ് ഞാനും ഇത്തരത്തില് ഈ ഒരു ലെവലിലേക്ക് എത്തിയതെന്ന് പറയാണ്. അപ്പോൾ തീരുമാനങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ എടുക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ആര് വഴിയാണോ ജോയിൻ ചെയ്ത് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സമയം നമുക്ക്
ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷൻ എടുത്തുന്ന സാറിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിച്ച നമ്മുടെ സ്റ്റുഡൻസിനും ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെ ഈ ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.